പൊന്നാനിയിലാണ് ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ. 1977 പൊന്നാനി പച്ചയണിയുന്നത്. അന്ന് GM ബനാത് വാല പൊന്നാനിയുടെ MP ആയി. പിന്നെ ഇങ്ങോട്ട് 7 വട്ടം ബനാത് വാലയും 1 വട്ടം ഇബ്രാഹിം സുലൈമാൻ സേട്ടും പൊന്നാനിയെ പ്രതിനിധീകരിച്ചു. 2004 മങ്കടയും പെരിന്തൽമണ്ണയും മലപ്പുറത്തിന് വിട്ടുകൊടുത്ത് പുതിയ മണ്ഡലങ്ങളായ തവനൂരും കോട്ടക്കലും ഏറ്റുവാങ്ങിയ പുതിയ പൊന്നാനിയിലാണ് ആദ്യമായി നാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗിന് ലഭിക്കുന്നത്. അഹമ്മദ് അന്ന് MP ആയി. പിന്നെ 2 വട്ടം ET മുഹമ്മദ് ബഷീർ. ഇത്തവണയും ET മുഹമ്മദ് ബഷീർ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി. ഇക്കുറി ബഷീറിനെ പിടിച്ചു കെട്ടാൻ, ലീഗ് കോട്ട തടയാൻ, ലീഗ് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് പഴയൊരു കോൺഗ്രസ്സുകാരനെയാണ്, PV അൻവർ MLA. എത്രമാത്രമുണ്ട് ഇക്കുറി സാധ്യതകൾ ഇടതുമുന്നണിക്ക്? ഇടതുമുന്നണിക്ക് അനുകൂലമായ സാധ്യതയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ. 2004 തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിന് സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. 82,000 വോട്ടിന് പുതിയ മണ്ഡല രൂപീകരണത്തിന് ശേഷം പൊന്നാനി മാറിയെങ്കിലും പിന്നീട് V അബ്ദുറഹ്മാൻ എന്ന കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അത് 24,000 സംതിങ് വോട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി. പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1000 ചില്ലാനം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇന്ന് LDFിൻ്റെ വോട്ടിംഗ് നില. അതുകൊണ്ട് ഇത്തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ 100% വിശ്വാസം ഞങ്ങൾക്കുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. ഇക്കുറി അങ്ങനെ ഐക്യമുന്നണിക്കും ഇടതുമുന്നണിക്കും വിട്ടുകൊടുക്കാനാവില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി VT രമ എന്ന കരുത്തയായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് BJP. എന്താണ് പേര്? എൻ്റെ സുനിൽ. എത്രമാത്രമുണ്ട് BJPയുടെ സാധ്യതകൾ? BJPയുടെ സാധ്യത പറയുമ്പോൾ ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ BJP ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള പദ്ധതികളൊന്നും തന്നെ ഇവിടുത്തെ MP ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല ഇവിടെ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇന്ത്യ ഒട്ടും ചർച്ച ചെയ്യുന്നത് ഇവിടെ ആര് ജയിച്ചാലും രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി നൽകുക എന്ന ഒരു അതിന് ഉദാഹരണം തന്നെ ഇവിടുത്തെ LDFിൻ്റെ അൻവർ ആദ്യമായി പ്രഖ്യാപിച്ചത് ഇതാണ്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക, അതിനു വേണ്ടി വോട്ട് ചെയ്യുക. ഈ 2 കൂട്ടർക്ക് ചെയ്താലും പകരാൻ പോകുന്ന ശക്തി രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് അട്ടിമറി വിജയം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഇത് ന്യായമായ ചോദ്യമാണ്. ആര് മറുപടി പറയും? അവിടെ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനാണ് PV അൻവർ മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കൊപ്പം ഒരേ മുന്നണിയിൽ നിൽക്കുന്ന ET മുഹമ്മദ് ബഷീറിന് വോട്ട് ചെയ്താൽ പോരെ? അത് രാഹുൽ ഗാന്ധിക്ക് മതേതര കക്ഷികൾക്ക് പിന്തുണ കൊടുക്കുന്നുള്ളതാണ് LDFിൻ്റെ കാഴ്ചപ്പാട്. അത് മതേതര കക്ഷികൾക്ക് അത് ചിലപ്പോൾ അൻവർ പഴയ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇച്ചിരി ആവേശം കൂടിയതായിരിക്കും. അൻവർ ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ആവേശം കൂടിയതായിരിക്കും. പക്ഷെ അയാൾ എന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം പ്രസംഗത്തിൽ ചിലപ്പോൾ ഒരു കവി ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി എന്നല്ല, ഒരു മതേതര മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി. മതേതര പ്രധാനമന്ത്രിക്കാണ് LDF സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും നമ്മൾ പറയുന്നില്ല ഇപ്പം പ്രത്യേകിച്ച്. കാരണം രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വയനാട്ടിൽ വന്നിട്ട് അവിടെ LDFനായിട്ട് നേരിട്ട് മത്സരിക്കുമ്പോൾ അവിടെ ഈ പ്രശ്നം തന്നെ പോയല്ലോ, ചതിയായി പോയില്ലേ? അതുറപ്പല്ലേ? ചതിയല്ല, ചതി നമ്മൾ പറയില്ല. നമ്മൾക്ക് അവിടെ ഇപ്പോഴും ഉണ്ട്. രാഹുൽ ഗാന്ധി ചിലപ്പോൾ വയനാട്ടിൽ തോറ്റുകൂടായില്ല. അത് ജനങ്ങളെടുത്താണത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ പറഞ്ഞില്ല. ഒരു മതേതര പ്രധാനമന്ത്രി വരണം, അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. താനൂരിലെ V അബ്ദുറഹ്മാൻ MLAയുടെ വികസന മാതൃക ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ ഇടതുമുന്നണി വോട്ട് ചോദിക്കുന്നത്. ഈ മറുപടിയോട് എന്ത് പറയാനുണ്ട്? കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരണം, അതിനു വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത് ഇടതുമുന്നണി എന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ മതേതര സർക്കാർ വരേണ്ടതിലെ ആവശ്യകതയെക്കുറിച്ച് ഇവർ രണ്ടുപേരും ഒരേ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്, ഐക്യമുന്നണിയും ഇടതുമുന്നണിയും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മതേതര ഗവൺമെൻറ് തന്നെയാണ് വരാൻ പോകുന്നത്. അതിലൊരു സംശയമില്ല, ആ കാര്യത്തിലൊരു സംശയമില്ല. അതിനിപ്പോൾ എന്ത് തന്നെ വന്നാലും ശരി, നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാലോ. ഇപ്പോൾ വന്നിട്ടുള്ള സർവേ ഫലങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, വിചാരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന വലിയ സമഗ്രമായിട്ടുള്ള പദ്ധതികൾ പലതുണ്ട്. ഉജ്ജൽ യോജന പോലെയുള്ള പദ്ധതികൾ ഈ രാജ്യത്തെ പാവപ്പെട്ട 6.5 കോടി പാവപ്പെട്ട വീട്ടമ്മമാർക്ക് 100%
പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ന് അവർ തന്നെ വന്ന് പറയുന്നുണ്ട്. ശരി. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ തിരൂരിലൊക്കെ ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഗ്യാസ് ഏജൻസികളിൽ ക്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന ഇവിടെ നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ ലഭിച്ചത് താനൂർ മുനിസിപ്പാലിറ്റിയിലാണ്. 2300ഓളം വീടുകൾ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ലഭിച്ചു. ഇടത് കക്ഷികൾ ബദലിനെ കുറിച്ച് പറയുന്നു, മതേതര സർക്കാരിനെ കുറിച്ച് പറയുന്നു. എന്നാൽ മതേതര ബദലുണ്ടാക്കാൻ ഇടത് കക്ഷികൾക്ക് കഴിയില്ല എന്നാണ് വിമർശനം. അത് കോൺഗ്രസിനെ കഴിയും, അതുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുന്ന എംപിമാരെ തെരഞ്ഞെടുത്ത് വിടണം എന്നാണ്. എന്തോ ഉത്തർപ്രദേശിൽ ഒരു ഉദാഹരണം, അവിടെ BSP SP ശക്തികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ ഈ കോൺഗ്രസിൻ്റെ കൂടെ മുന്നണിയായിട്ട് നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ 80 സീറ്റും BJPക്ക് അവിടെ കണി കാണാൻ പറ്റൂലായിരുന്നു. അതിനുള്ള സാഹചര്യം പോലും കോൺഗ്രസ് അവിടെ ഒഴിവാക്കി. അത് BSP SP അങ്ങോട്ട് കേറ്റാത്തതിന് പാവം കോൺഗ്രസ് എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇവർക്ക് അവിടെ സീറ്റ് അങ്ങനെ പറഞ്ഞില്ല. അവരിങ്ങനെ 4-5 സീറ്റ് തരാന്ന് 2 സീറ്റ് ഒഴിച്ചിട്ട് അവിടെ 2 സീറ്റല്ലേ ഉള്ളൂ കോൺഗ്രസിന്. 2 സീറ്റല്ലേ അവിടെ. കോൺഗ്രസ് അവിടെ കുറെ ജയിക്കുന്നു. അത് അവരെ പണ്ട് ആനപ്പുറത്തിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴവിടെ ആനപ്പുറത്തിരുന്ന വല്ല കാര്യമുണ്ടോ? അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആര് ഭരിക്കുന്നുള്ള തീരുമാനിക്കുന്ന സ്റ്റേറ്റാണ് UP. അവിടെ 80 സീറ്റിൽ BJP ഒറ്റക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. 75 സീറ്റ് അവിടെ നഷ്ടപ്പെടും. BSP SP കോൺഗ്രസ് സഖ്യം വരികയായിരുന്നുണ്ടെങ്കിൽ അവിടെ BJPൻ്റെ അഡ്രസ്സ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അത് ഇല്ലാതാക്കി. പിന്നെ ആം ആദ്മി ഡൽഹിയിൽ, ഹരിയാന, പഞ്ചാബ് ഇവിടെ ആം ആദ്മി പാർട്ടിയായിട്ട് ഒരു സഖ്യം വരികയായിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് റെഡിയാന്നാ പറയുന്നത്. കോൺഗ്രസ് റെഡി. അവിടെ ഡൽഹിയിൽ ശരിയായില്ല. ഷീല ദീക്ഷിത് അവിടെ മുടക്കി. ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിലും പഞ്ചാബിലും ചണ്ഡീഗഡിലും ഒക്കെ വേണം, ഇതൊന്നും പറ്റില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു. ഡൽഹി മാത്രം നോക്കാന്ന് അവർ മറ്റൊരു പറഞ്ഞാൽ അത് പറ്റൂല എന്ന്. അവർക്ക് സ്വാധീനം ഇല്ലാത്തടത്ത് കോൺഗ്രസിനായിട്ട് സഖ്യം ഉണ്ടാകുമ്പോൾ 2 ടീമിന് കൂടെ വേണ്ടേ? ചുരുക്കി പറഞ്ഞ് 2 ആളുകളെ കളിപ്പിച്ച് BJP ജയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇത് പറയുമ്പോഴും മറ്റൊരു വിമർശനത്തിന് മറുപടി ആയിട്ടില്ല. ശരിയാണ്, കോൺഗ്രസിന് ഒരു പഴയ ശക്തിയില്ല. ഒരു പക്ഷേ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയുടെ ഒരു നിഴൽ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭയിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇടത് കക്ഷികൾക്ക് 1ാം UPA സർക്കാർ ഉണ്ടായപ്പോൾ 67 MPമാരും അന്നത്തെ സർക്കാരിൽ നിർണായക സ്വാധീനവും ഉണ്ടായിരുന്നു. ഒരു സുവർണ്ണകാലം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇടത് കക്ഷികൾക്ക്. ഇന്ന് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിയാലും ജയസാധ്യത നോക്കിയാലും വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിർണായകമായൊരു പങ്ക് വഹിക്കാനുള്ള നമ്പർ, ആ എണ്ണം കിട്ടുമോയെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ന്യായമായും നിങ്ങൾ ഈ പറയുന്ന മതേതര സർക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മറിച്ച് ചിന്തിക്കുകയല്ലേ? അതല്ലേ ജമാലുദ്ദീൻ പറഞ്ഞത്? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. 1ാം UPA സർക്കാരിൻ്റെ അതേ ഒരു നിലയിലേക്കായിരിക്കും ഇക്കുറിയും ഗവൺമെന്റ് വരിക. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല. ആ ഒരു നിലയിലേക്ക് തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മെയ് 23-ന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം അക്കാര്യം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സീറ്റുകളുടെ എണ്ണം നോക്കിയ ശേഷം തീരുമാനിക്കാവുന്നതാണ് ഓരോ കക്ഷികളുടെ. CPM-ന്റെ ബലം എന്താണെന്നുള്ളത് അപ്പം ഇന്ത്യൻ രാഷ്ട്രീയം അറിയും. വിശ്വാസം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. എണ്ണത്തിന്റെ കാര്യത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നോക്കാം എന്ന് തന്നെയാണ് CPM-ഉം ഇടത് കക്ഷികളും പറയുന്നത്. ഇവിടെ ഒരു അജണ്ടയേ ഉള്ളൂ ഇടത് കക്ഷികൾക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും. BJP സർക്കാരിനെ പുറത്താക്കുക, മതേതര ബദൽ ഉണ്ടാക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ കുറേ അനുഭവങ്ങളുടെ പേരിലാണ് അവർ വോട്ട് ചോദിക്കുന്നത്. നോട്ട് നിരോധനം കൊണ്ട് സാധാരണക്കാർക്കുണ്ടായ, ചെറുകിട കച്ചവടക്കാർക്ക് GST കൊണ്ടുണ്ടായ, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾക്കുണ്ടായ പ്രതിസന്ധി, നോട്ട് നിരോധനം കൊണ്ടുവന്ന കഷ്ടപ്പാടുകൾ, നോട്ട് മാറ്റിയെടുക്കാൻ നിന്ന ക്യൂ, ഇതൊക്കെയാണ് നിങ്ങൾ നേട്ടങ്ങൾ പറയുമ്പോഴും നാട്ടുകാർ പറയുന്നത് കഷ്ടങ്ങളെക്കുറിച്ചാണ്. ഇതിനെ എങ്ങനെ നേരിടും സാധാരണക്കാരുടെ വികാരങ്ങളെ? ഇവർ പറയുന്ന ഈ ഒരു മതേതരത്വം ഉണ്ടല്ലോ, അതൊരു കാപട്യം നിറഞ്ഞതാണ്. കാരണം നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുന്ന സമയത്ത് 1967 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ടാണ് മുന്നണി സംവിധാനത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് MLA സ്ഥാനവും മന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ നേടിക്കൊടുത്ത CPM ആണ് ഇപ്പോൾ ലീഗിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അതുമാത്രമല്ല 1974 ജനസംഘവുമായിട്ട് ഞങ്ങളുമായിട്ട് BJP-യുമായിട്ട് കൂട്ടുകൂടിയിട്ട് കേന്ദ്രം ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ പുറത്താക്കുക, താഴെ ഇറക്കുക എന്ന നിലയ്ക്ക്. പിന്നെ 89 ആയപ്പോൾ VP സിംഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുമിച്ച് പിന്തുണ കൊടുത്ത് VP സിംഗ് ഇതിനെ പുറത്താക്കാൻ വേണ്ടി ഇവിടേക്ക് വരികയായിരുന്നു CPM. ഇപ്പം ഇവരുടെ പണി എന്താ വെച്ചാൽ എല്ലാവരും പുറത്താക്കുക, താഴെ ഇറക്കുക നടക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പ്രാവശ്യം മത്സരിക്കുന്നത്, ഇടതുപക്ഷം മത്സരിക്കുന്നത്, CPM മത്സരിക്കുന്നത് എങ്ങനെയെങ്കിലും ദേശീയ പാർട്ടിയായി നിൽക്കാൻ സാധിക്കുമോ, ചിഹ്നം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. അവർ UP-യെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. UP-യിലെ വലിയ സഖ്യം വരുന്നു, മായാവതിയുടെ അഖിലേഷിന്റെ 80 സീറ്റുള്ള സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമാണ്. നിങ്ങൾ പറയുന്ന UP പിടിച്ചാൽ ഡൽഹി പിടിക്കാമെന്ന് പറഞ്ഞ പോലെ UP-ൽ BJP-യെ സംബന്ധിച്ച് അല്പം സ്വാധീനം കുറവുണ്ട്. അത് മറ്റൊരു സ്ഥലത്ത് പിടിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് തന്നെയാണല്ലോ ത്രിപുര സംഭവിച്ചത്. 25 വർഷക്കാലം ഇവർ ഭരിച്ച ത്രിപുര ഒന്നും ആവില്ല എന്ന് പറഞ്ഞ ആ ത്രിപുര
എല്ലാ സീറ്റുകളോടും കൂടി BJP തിരിച്ചു പിടിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വപ്നത്തിൽ പോലും അവരിങ്ങനെ ഒരു ആഘാതമേറ്റോ? ഇവർക്ക് കിട്ടിയ ആദ്യ അടി പശ്ചിമ ബംഗാളാണെങ്കിൽ രണ്ടാമത് ഇവർക്ക് കിട്ടിയ അടി ത്രിപുരയാണ്. ഇതാ കേരളം അവരെ കയ്യിൽ നിന്ന് പോകാൻ പോവാ. BJP പറഞ്ഞൊരു വളരെ ശക്തമായ വിമർശനം, ഇടതുമുന്നണി അതിനോട് യോജിച്ചു. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ല. 1. 2, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പല മണ്ഡലങ്ങളിലും BJPയുടെ MP ഇല്ലാത്ത കേരളത്തിൽ പോലും പല മണ്ഡലങ്ങളിലും നടപ്പായി. അതുപോലും ഇവിടെ കൊണ്ടുവരാൻ ഇവിടുത്തെ MPക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു MP എന്തിന് തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യവും വിമർശനവും. അത് അവർ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. എത്ര വികസനം ചെയ്താലും വികസനം ഇല്ല. ഒരു എതിര് പറയുമ്പോഴല്ലേ ജനങ്ങളോട് എന്താ അവർക്ക് ഇത് മാത്രം പറയാനുള്ളൂ. ഈ ബഷീർ സാഹിബ് എന്താണ് വികസനം ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാ ഈ തിരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ, അതേപോലെ മലയാള സർവകലാശാല, അതുപോലെ തന്നെ പിന്നെ ഇവിടെയുള്ള ഏത് പൊതുമേഖല സ്ഥാപനങ്ങളിലും ബഷീർ സാഹിബിൻ്റെ ഒരു പങ്കുണ്ട്. ഹോസ്പിറ്റല്, ജില്ലാ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പഴയ ഹോസ്പിറ്റലല്ല ഇപ്പോൾ പോയി നോക്കിയാൽ ക്യാൻസർ സെന്റർ, അത് എല്ലാ ഫണ്ടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 25 കോടി 27 കോടി രൂപ വരെ ഈ പൊന്നാനി പാർലമെന്റിൽ അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്നത് കേട്ടല്ലോ, അക്കമിട്ട് നിരത്തുകയാണ് E.T. മുഹമ്മദ് ബഷീർ കൊണ്ടുവന്ന പദ്ധതികൾ, നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, ആശുപത്രി അടക്കം. അദ്ദേഹം E.T. മുഹമ്മദ് ബഷീർ കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭയിൽ നമുക്കറിയാലോ ഇവിടുന്ന് പ്രതിദാനം ചെയ്തു പോയ വ്യക്തിയാണ്. ആ കേന്ദ്ര പദ്ധതി 437ഓളം പദ്ധതികൾ നരേന്ദ്രമോദി കൊണ്ടുവന്നതിൽ 200 സംതിങ് പദ്ധതികൾ ഈ കേരളത്തിൽ തന്നെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ E.T. മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോ ഈ പറഞ്ഞ ഉജ്ജ്വൽ യോജനയോ ആവാസ് പദ്ധതിയോ എത്ര എണ്ണം ഇവിടെ നടപ്പാക്കിയെന്ന് ഒന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഓക്കെ, അത് ഇടതുമുന്നണിയോട് കൂടിയാണ് ആ ചോദ്യം. ഈ പല സംഗതികൾ അവിടുന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വരുന്നു, ഇതൊന്നും ഇവിടെ നടപ്പാക്കാത്തതാണ് കുഴപ്പം. ഞങ്ങൾ പറയുന്നുണ്ട്, വികസന മുരടിപ്പ് മണ്ഡലത്തിലുണ്ട്. ഇവിടെ തുടർച്ചയായി 42 വർഷക്കാലം ഭരിച്ച മുസ്ലിം ലീഗ് MP-മാർ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി, 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു പദ്ധതിയും ഈ മണ്ഡലത്തിൽ എവിടെയില്ല. സർക്കാരിൻ്റെതായ പുറംപോക്കുകളും അടച്ചുപൂട്ടപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലുണ്ട്, ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. ആ മണ്ഡലത്തിൽ ആ കമ്പനികൾക്കൊന്നും ആ കമ്പനി പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. കേരളത്തിൽ പിന്നെ വ്യവസായ മന്ത്രിയായിരുന്ന എളമരം കരീമിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണിയിൽ നിന്ന് കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പല വികസന പദ്ധതികളും അക്കാലത്ത് ആ മന്ത്രിസഭയുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലത്തെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു, UDFൻ്റെ പ്രതിനിധി റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു. ജനസംഖ്യാനുപാതികമായി 13 ജില്ലകളേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. 33 ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല. രാജധാനി അടക്കം ആലപ്പുഴ ജില്ല കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി മലപ്പുറത്തിനേക്കാളും 4 താഴെയാണ്. അവിടെ ആലപ്പുഴ ജില്ലയിൽ പിന്നെ രാജധാനി ട്രെയിനിന് സ്റ്റോപ്പുണ്ട്. അതുപോലെ ദീർഘദൂര ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗങ്ങളിലും മേൽക്കൂരയില്ല. ഇപ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന് പറയുന്നത്. എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അവരിലേക്ക് തിരിച്ചെത്താം. എന്താ ജമാലത്തിന് പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ സുഹൃത്ത്, ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു വികസനം ഇല്ലാന്ന്. അപ്പോൾ ഇവിടെ പിന്നെ വികസനം നടത്തിയത് ഇടതുപക്ഷം എന്ത് വികസനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? കേരളത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ, അവരുടെ വികസനം എന്ന് പറഞ്ഞാൽ അക്രമമാണ്, അക്രമ രാഷ്ട്രീയം കേരളത്തിന് കാണിച്ചു കൊടുത്ത പിന്നെ ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ്. വികസനത്തെ ഇവർ എല്ലാ കാലവും വികസനത്തെ എതിർത്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നപ്പോൾ ഒരു ഇവിടുത്തെ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, VS അച്യുതാനന്ദൻ. എന്താ പറഞ്ഞത്? ഇവിടുത്തെ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് പരീക്ഷ ജയിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. 2 വിമർശനമാണ്. 1, അക്രമ രാഷ്ട്രീയം. 2, പലരും മലപ്പുറത്തെ ആക്ഷേപിക്കുന്നു. പൊന്നാനിയിൽ ഞങ്ങൾ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല. വികസനം മാത്രമേ ചെയ്യുന്നുള്ളൂ. ചർച്ച ചെയ്യുന്നുള്ളൂ. ഇവിടെ അക്രമമില്ല. പിന്നെ വർഗീയ കലാപം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തിനു ചർച്ച ചെയ്യണം? പിന്നെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയുമ്പോൾ പിന്നെ മലപ്പുറം ജില്ലയിലത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയാണ്. അന്ന് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് CH ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. CPM-ന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണല്ലോ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. അതിനെന്താ പറയാനുള്ളത്? ഇവിടെ പറയാനുള്ളത്, ഇപ്പൊ പൊന്നാനി പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അങ്ങനെ അക്രമത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടത് CPM-ഉം അതുപോലെ തന്നെ DYFI SFIയിലുള്ള പ്രവർത്തകരാണ് എന്ന് നിസ്സംശയം പറയാം. DYFIക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളാരാ? അതൊക്കെ നമുക്ക്, അതായത് വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത്. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മലയാളം പോലും പറയാൻ പറ്റാത്ത സ്ഥാനാർത്ഥിമാർ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്.
ഞങ്ങളുടെ ഗതികേടായിരുന്നു അന്ന് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇന്ന് വിവരം വെച്ചു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നല്ല വിദ്യാഭ്യാസത്തിനും ഉന്നതിയിലേക്ക് വന്നു. അതൊക്കെ തന്നെ കാരണം ഇന്ന് മലപ്പുറത്ത് VP സാനു മത്സരിക്കുന്നു. ഇപ്പോഴും ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കടന്നു വരണം. ഇപ്പോൾ PK ഫിറോസിനെ പോലുള്ള ശക്തരായ സ്ഥാനാർത്ഥിമാർ ഇവിടെ ഉണ്ടാകുന്ന സമയത്താണ് മരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അഹമ്മദ് MP മരിച്ചതിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ യൂത്ത് പ്രവർത്തകർ പറയാനുള്ളത് ഈ നാട്ടിൽ വികസനം വരണമെന്നുണ്ടെങ്കിൽ യുവാക്കളുടെ കൂട്ടായ്മകൾ വരണം. അതന്നെ ഞങ്ങളും പറയുന്നുള്ളൂ. PV അൻവറിനെ പോലുള്ള സ്ഥാനാർത്ഥി അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു മതേതരവാദി ഈ പൊന്നാനി പാർലമെന്റിൽ നിന്ന് വിജയിച്ച് പോയി കഴിഞ്ഞാൽ പൊന്നാനിക്കാർക്കാണ് ഗുണം. ഈ മലയാളം പറയുന്ന ഒരു MP കിട്ടാൻ 10-30 ആണ്ട് കാത്തിരിക്കേണ്ടി വന്നു അല്ലെ. 2004 മലയാളം പറയുന്ന ഒരു MP കിട്ടിയത്. പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉപയോഗിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പാർട്ടി നിർത്തല്. അത് പിന്നെ മലയാളം പറയണതോ ഹിന്ദി പറയണതോ അല്ല. അങ്ങനത്തെ പ്രാദേശികവാദമൊന്നും വേണ്ട. അങ്ങനെ നമ്മളൊരു പാർട്ടി ഇപ്പൊ നമ്മുടെ മേഖലയിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ AICC തീരുമാനിക്കണ സ്ഥാനാർത്ഥിയാണ് ഈ പാർട്ടി വെക്കല്. അത് കോൺഗ്രസ് അനുസരിക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനം. അത് ഈ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ യൂത്ത് ലീഗുകാരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും ഒരു വലിയ ആഹ്വാനമാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഈ വീണ്ടും 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 പഴയ ആൾക്കാർ വന്ന് മത്സരിക്കാതെ മാറി നിൽക്കൂ, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കൂ, അല്ലാതെ ഒരാൾ മരിച്ചിട്ട് മറ്റൊരാൾക്ക് അവസരം കിട്ടും എന്നുള്ള അവസ്ഥ ഉണ്ടാവരുമെന്നാണ്. ഈ പൊന്നാനി പാർലമെന്റിൽ ഇവിടെ ഇടതുപക്ഷം ആർക്കാണ് അവസരം കൊടുത്തിരിക്കുന്നത്? PV അൻവറുള്ള ചെറുപ്പക്കാർ. PV അൻവർ ഏതാണ് പാർട്ടി? അൻവർ ഏതാ പാർട്ടി? കുറച്ച് പൈസക്കാരെ ആ പൈസക്കാരെ ഉപയോഗപ്പെടുത്തുകയാണ് ഇവര്. ഒരു സ്ഥാനാർത്ഥി ഒരു പാർട്ടിയെ വാൾ പോസ്റ്റ് ഒട്ടിക്കുകയോ മുദ്രാവാക്യം ഒടിക്കുകയോ ഒരു പാർട്ടിന്റെ ഒരാളോട് നിർത്തുകയാണ്. ഒരു പാർട്ടി ഉണ്ടോ പൈസക്കാരുടെ പാർട്ടി? പൈസക്കാരുടെ പാർട്ടിനല്ലേ ഇവർക്ക് ഈ പൊന്നാനി പാർലമെന്റിൽ ഈ പൈസ ചെലവാക്കാൻ ഒരു വ്യക്തിയെ കിട്ടണം. ആ വ്യക്തിയെ തലം വെച്ച് കൊടുക്കുകയാണ് ഇവരിപ്പോൾ ചെയ്തിട്ടുള്ളത്. അന്തസ്സുള്ള പാർട്ടിനെ അരിവാൾ ചിഹ്നത്തിൽ നിർത്തിക്കൂടെ? അതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ അത് നിർത്താണ്ട് വേറെ ഏതെങ്കിലും പാർട്ടി കുറച്ച് പൈസക്കാരോട് വന്ന് നിങ്ങൾ നിന്നോളി എന്ന് പറയാണ്ട് വേറെ വർത്താനം ഇല്ല. അല്ല PV അൻവർ ഏതാ പാർട്ടി? പൈസക്കാരുടെ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടോ ഇവിടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇവിടെ പുതിയ ആളാ. തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് പാർലമെന്റിലേക്ക് മത്സരിച്ച V അബ്ദുറഹ്മാൻ ഇവിടുത്തെ മണ്ഡലം കൺവെൻഷനെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? PV അൻവറും അതുപോലെ തന്നെ V അബ്ദുറഹ്മാനും കോർപ്പറേറ്റ് മുതലാളിമാര്, കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അബ്ദുൾ വഹാബും പാവങ്ങളാണ് അവര്. മഞ്ഞളാംകുഴിയാലി പാവങ്ങളാണ്. ഇത് വെറുതെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ഇത്തരത്തിൽ വോട്ട് പിടിക്കുന്നത് അസംബന്ധ. ഞാൻ തിരിച്ചു പറയാം. ഇവരെയൊക്കെ സംബന്ധിച്ച് ഇത് സ്വാഭാവികമായിട്ടും കേൾക്കുക. കാരണം ഈ പറഞ്ഞ V അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ PV അൻവറോ നാളെ ഇതിലേക്ക് പോകാം, UDF-ലേക്ക് പോകാം. ഇവർക്ക് തന്നെ ഉറപ്പൊന്നുമില്ല. ഈ പറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഇവർ രണ്ട് കൂട്ടരും പൈസക്കാർ, അതിൽ യാതൊരു മാറ്റമില്ല. പൈസ ഇട്ട് പൊടിച്ച് എങ്ങനെങ്കിലും അധികാരം പിടിക്കുക. അവര് പറയണേ കോൺഗ്രസ്സുകാർ മൊത്തം നിങ്ങൾ കൊണ്ടുപോകുന്ന എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അല്ല, ഞങ്ങളേക്ക് വരികയാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടനായിട്ട് ഇവരൊക്കെ വരുന്നതാണ്. നമുക്കറിയാം. ഇപ്പൊ ഇവര് പറഞ്ഞു മറ്റേ എന്ന് തുടങ്ങിയതാണ് ഈ പോത്തിന്റെയും ബീഫിന്റെയും ഈ ശൂലത്തിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ വികസനങ്ങള് ഈ നാട്ടിലെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൊടുക്കാത്ത ഒരു MP പോലും സംഭാവന ചെയ്യാത്ത ഇവിടത്തേക്കാണ് 1,49,000 കോടിയുടെ വികസനം കൊണ്ടുവന്നത്. എന്താണ് പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് അജണ്ട? ഒറ്റ മിനിറ്റ്. എന്തിന് പൊന്നാനിയിലെ വോട്ടർമാർ പ്രൊഫസർ VT രമയ്ക്ക് വോട്ട് ചെയ്യണം? പ്രൊഫസർ VT രമയ്ക്ക് പൊന്നാനിയിലെ വോട്ടർമാർ വോട്ട് ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ, ഇത്രയും പദ്ധതികൾ ഈ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു പക്ഷേ MT രമ എന്ന പ്രൊഫസർ ജയിച്ചു പോയാൽ, VT രമ ജയിച്ചു പോയാൽ ഒരു കേന്ദ്രമന്ത്രി വരെ ആകാം. നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ഉണ്ടാകും. എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ പദ്ധതികളും ഈ നാട്ടിലേക്ക് എത്തിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. അവർ എത്തിക്കുകയും ചെയ്യുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരി, താങ്ക് യു. എന്തിന് PV അൻവർ നോട്ട് ചെയ്യണം പൊന്നാനിയിലെ ജനങ്ങൾ ഇക്കുറി നിലവിലുള്ള MP മാറ്റിയിട്ട്? ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ 15 ലക്ഷം രൂപയുടെ യുവാക്കൾക്ക് ഒരു വർഷത്തിൽ 2 കോടി ജോലി നൽകാമെന്ന് പറഞ്ഞ അതെവിടെ? ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ എഴുതി കാണിച്ചിട്ട് തന്നെയാണ് ഇടതുപക്ഷം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഒത്തിനെയും ബീഫിനെയും ഞങ്ങൾ എന്ത് കഴിക്കണം, പിന്നെ നിങ്ങൾ എന്ത് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു നേതൃത്വം, ഒരു പ്രധാനമന്ത്രി ഈ ഇന്ത്യ രാജ്യത്ത് വേണ്ട എന്ന് തന്നെയാണ് ഇടതുപക്ഷം അതുപോലെ തന്നെ അതുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളും അത് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടി ET മുഹമ്മദ് ബഷീറിന് ഒരിക്കൽ കൂടി വോട്ട് ചെയ്യണം പൊന്നാനി? ഇവിടെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വിഭാഗവും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് BJP ചോദിക്കുന്നത്? ഇവിടെ 15 ലക്ഷം രൂപ
പാവപ്പെട്ട അക്കൗണ്ടിലേക്ക് വന്നിട്ട് അത് ഇടതുപക്ഷം പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഒരു രൂപ പോലെ account വന്നിട്ടില്ല. ഇ ടി മുഹമ്മദ് ബഷീറിന് എന്തിനു വോട്ട് ചെയ്യണം? ബഷീർ സാഹിബ് വോട്ട് ചെയ്യേണ്ടത് അത് ഹിന്ദി ശരിക്കും ഒരു മിനിറ്റ്, അത് ഹിന്ദി ശരിക്കും മനസ്സിലാഞ്ഞിട്ടാന്നാ പറയണേ. വികസനം ഒരുപാട് വികസനങ്ങൾ ഇനിയും കൊണ്ടുവരാനുണ്ട്. അദ്ദേഹം ഒരുപാട് വികസനങ്ങൾ ഇനിയും കൊണ്ടുവരും. ഇനി ഈ ബഷീർ സാഹിബിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയുള്ളൂ. അതിനി എങ്ങനെ പറഞ്ഞാലും ബഷീർ സാഹിബിന്റെ ഭൂരിപക്ഷം 1,00,000-ൽ പരം ഉണ്ടാകുന്നുള്ള 100% ഉറപ്പാണ്. ഒരു മിനിറ്റ് എന്താ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്താ അദ്ദേഹം പറയുന്നത് 15 ലക്ഷം അവരും പറയുന്നുണ്ട്. അവർക്ക് ഹിന്ദി വായിക്കാനോ ഹിന്ദി മനസ്സിലാഞ്ഞിട്ടാണ്. ഒരു മിനിറ്റ്. വിദേശ രാഷ്ട്രങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം പിടിച്ചെടുത്താൽ ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വരെ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത്. സുരേഷ് അത് കേട്ടോ, ഇത് കേട്ടിട്ട് ഒരു വിദേശ അക്കൗണ്ടിൽ കിടക്കുന്ന കള്ളപ്പണം തിരിച്ചെത്തിക്കാനായാൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം കിട്ടുമായിരുന്നു. കള്ളപ്പണം തിരിച്ചെത്തിക്കേണ്ടത് സാധാരണക്കാരാണോ? ഭരണ സർക്കാരിന് ഇതിന് കഴിയില്ലെങ്കിൽ ആരാണ് തിരിച്ചെത്തിക്കേണ്ടത്? അദാനിയെ പോലുള്ളവർ ഇന്ന് എവിടെ? വിജയ് മല്യ എവിടെ? അബാനി പോയി. കോടികൾ ഞാൻ പറഞ്ഞുതരാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതാവാൻ തന്നെ കാരണം ഞാൻ പറയട്ടെ. ഇവരാണ് BJP ഈ അസ്തകൃഷ്ണതയും ഈ വിവരമില്ലായ്മയും ഈ കുപ്രചരണങ്ങളുമാണ് ഇവിടെ ഇല്ലാതാക്കുന്നത്. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുപ്രചരണങ്ങളിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും മറ്റുള്ള ആളുകൾ അകപ്പെട്ടു പോയത്. ഒറ്റ വിമർശനം കൂടി 30 സെക്കൻഡ്. ഈ BJP വളർത്തുന്നത് നിങ്ങളാണെന്നാ പറയുന്നത്. ഇങ്ങനെ കുപ്രചരണവും അസഹിഷ്ണുതയും കാണിച്ചു അത് കണ്ണടച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരാൾ വിശ്വസിക്കൂല. സമരം നടത്തിയത് BJPക്കെതിരെ സമരം നടത്തിയ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇവിടെ മഹാരാഷ്ട്രയിലും മാർക്സ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് BJP സമയം കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ ജനങ്ങളുടെ വിശ്വാസമാണ്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഒപ്പിടതിന് മുന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താ? പാവപ്പെട്ട ഒരു കർഷകരുടെ പണം എഴുതി തള്ളണം എന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ആ മുഖ്യമന്ത്രി മീറ്റുകൾക്കുള്ളിൽ എഴുതി തള്ളുകയുണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വാസമാണ് ജനങ്ങൾക്ക്. വളരെ 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 ചൂടേറിയ ചർച്ചയാണ് തിരൂരിന്റെ മണ്ണിൽ നടന്നത്. മതേതര ബദൽ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഇടതുമുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും യാതൊരു സംശയവുമില്ല. അതേസമയം ഈ മണ്ഡലത്തിന്റെ വികസന ചരിത്രം മാറ്റി എഴുതാനായി പ്രൊഫസർ VT രമയെ വിജയിപ്പിക്കൂ, ഒരു കേന്ദ്രമന്ത്രിയെ പോലും നിങ്ങൾക്ക് ലഭിക്കാമെന്ന് BJP വാദിക്കുന്നു. വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇടതുമുന്നണിക്ക് സംശയമൊന്നുമില്ല. വികസന മുരടിപ്പിൻ്റെ കാര്യത്തിൽ ഇടതുമുന്നണി അതേ വികാരം പങ്കുവയ്ക്കുന്നു. അതിനൊരു മാറ്റം വരണം. അതിന് PV അൻവർ എന്ന ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. മതേതര ബദലിന് നിർണായക റോൾ വഹിക്കാൻ ഇടതുപക്ഷത്തിനാവും എന്ന് ഉത്തമ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകരും നേതാക്കളും ഇവിടെ. മറിച്ച് കേന്ദ്രത്തിൽ ബദൽ സർക്കാർ നയിക്കാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം. അതിനായി ET മുഹമ്മദ് ബഷീറിന് ഒരിക്കൽ കൂടി വോട്ട് ചെയ്യണം എന്ന് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും വാദിക്കുന്നു. എന്തായാലും തീരുമാനം ജനങ്ങളുടേതാണ്. മഞ്ചേരിയോ കുറ്റിപ്പുറമോ ആവർത്തിക്കുമോ കാത്തിരുന്ന് കാണാം. വമ്പൻ അട്ടിമറി ഉണ്ടാക്കുമെന്ന BJPയുടെ അവകാശവാദം യാഥാർത്ഥ്യമാകുമോ കാത്തിരുന്ന് കാണാം. ET മുഹമ്മദ് ബഷീർ ഒരിക്കൽ കൂടി ഇവിടെ ഈ കോട്ടയിൽ വിജയക്കൊടി പാറിക്കുമോ നമുക്ക് കാണാം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ ഇവിടെ സമാപിക്കുകയാണ്. 20 മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര കഴിയുന്നു. എല്ലാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, സ്പന്ദനങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിച്ച ഉറക്കെ ഉച്ചത്തിൽ മടങ്ങിയെത്തും തെരഞ്ഞെടുപ്പിന് ശേഷം.